ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അതേപോലെ എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസും അതേപോലത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വീഡിയോസ് കൂടുതൽ ഇടാനും അതേപോലെ നമ്മുടെ വീഡിയോസിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, എന്താണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാറോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ കുഞ്ഞു ഫാമിലിയിൽ മെമ്പറായിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നും എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്നും വീഡിയോയിലേക്ക് പോയാലോ. ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞുതരാം. അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോനകത്ത് നമ്മുടേത് അല്ലാത്ത കണ്ടന്റോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ ഇമേജോ കാര്യങ്ങളോ നമ്മുടെ വീഡിയോനകത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു പണിഷ്മെന്റ് ആണ് എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞത്. ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരുടെ എന്താണ് കണ്ടന്റും കാര്യങ്ങളും ഇടുന്നത് അല്ലെങ്കിൽ ഓഡിയോ യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം മോണിറ്റൈസേഷൻ ആയ ആൾക്കാണെങ്കിലും മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാണെങ്കിലും ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ചാനൽ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏതെങ്കിലും ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് എന്താണ് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു മെയിലും കൂടെ വരുന്നതാണ്. ആ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയെന്നുള്ള കാര്യം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കും. അതേപോലെ ഏത് വ്യക്തിയുടെ പേരിലാണ് ഏത് വ്യക്തിയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നതെന്നും കൂടെ അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താണ് അപ്പീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കണ്ടന്റ് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതിൽ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ട്. മെയിലും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ആരാണോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്ട്രൈക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വലുതായിട്ട് ബാധിക്കില്ല. നേരെ മറിച്ച് 2-3 പ്രാവശ്യം ഒരു യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ മൊത്തത്തിൽ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാൻ നോക്കുക. എക്സ്ട്രാ ആരുടെ ഓഡിയോസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ നമ്മളതായിട്ടുള്ള കണ്ടന്റ് നമ്മളതായിട്ടുള്ള ഇമേജും അതേപോലെ തന്നെ ഓഡിയോയും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് മാത്രം എന്താണ് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ കണ്ടന്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് 3 മാസം വരെയാണ് ഈ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് റിമൂവ് ചെയ്യാനുള്ള ടൈം തന്നെ. അതിനുള്ളിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എന്താണ് മോണിറ്റൈസേഷനും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. നെക്സ്റ്റ് എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയാം. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോനകത്ത് ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തരം പണിഷ്മെന്റ് ആണ് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത് ആരുടെ മ്യൂസിക് ആണോ അല്ലെങ്കിൽ ആരുടെ ഓഡിയോ ആണോ നമ്മൾ ആ ഒരു വീഡിയോനകത്തായിട്ട് യൂസ് ചെയ്തത് അവരാണ് നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം തരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോനെ അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ സാരമായിട്ട് ബാധിക്കുന്നൊന്നുമില്ല. പക്ഷെ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇനി ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോന്റെ ഏത് മ്യൂസിക് ആണോ യൂസ് ചെയ്തത് ആ യൂസ് ചെയ്ത ആളാണ് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തരുന്നത്. അപ്പൊ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് ആളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചാനൽ മോണിറ്റൈസേഷൻ ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രയാണോ ചാനലിന് വ്യൂസ് എത്രയാണോ ഡോളർ അല്ലെങ്കിൽ റവന്യൂ കിട്ടുന്നത് അതിന്റെ പകുതിയോളം ആ ഒരു കോപ്പിറൈറ്റ് തന്ന ആൾക്ക് ഓണർക്ക് അതായത് ആ ഓഡിയോന്റെ റിയൽ ഓണർക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോസിന്റെ കാര്യങ്ങൾ പകുതിയോളം ആ ഒരു ആൾക്ക് പോകുന്നതാണ്. അപ്പൊ നമ്മൾ വീഡിയോസിന്റെ റവന്യൂ പകുതിയോളം പോകുന്ന പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു കോപ്പിറൈറ്റ് തന്ന ആളുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലെയിം റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അഥവാ നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, നമുക്ക് റവന്യൂ മൊത്തം നമുക്ക് തന്നെ വേണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് അതിന് അപ്പീൽ ചെയ്ത് നോക്കാം. എന്നാൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ എന്താണ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ
അപ്പം എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിമും അതേപോലെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നതിൽ നമുക്ക് ഏത് ഓഡിയോ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഷോർട്ട് ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആ ഒരു വീഡിയോനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഒന്നും വരുന്നില്ല. നേരെ മറിച്ച് ലോങ് വീഡിയോയിൽ നമ്മൾ എക്സ്ട്രാ മ്യൂസിക്കും കാര്യങ്ങളും ഇപ്പൊ ഇൻട്രോ വീഡിയോ, ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്ന ആ മ്യൂസിക് അത് ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് ഇതേപോലെ കോപ്പിറൈറ്റ് ക്ലെയിം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ചെയ്യുന്നതാണ് മോണിറ്റൈസേഷൻ ആവാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് ആവുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം സോൾവ് ചെയ്തുകൊണ്ട് മാത്രം മോണിറ്റൈസേഷൻ എന്ന കാര്യത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ നമ്മുടെ ചാനൽ മൊത്തം യൂട്യൂബ് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ സ്ട്രൈക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്താണ് മോണിറ്റൈസേഷനുള്ള ഓപ്ഷൻ എന്താണ് എനേബിൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ മൊത്തം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം മോണിറ്റൈസേഷനായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. പലരുടെയും വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പല തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ തന്നെ ഓഡിയോ ലൈബ്രറിയിലുള്ള മ്യൂസിക് മാത്രമാണ്. അങ്ങനെ യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള മ്യൂസിക് നമ്മുടെ വീഡിയോസിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും. അതിന് കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അഥവാ യൂട്യൂബ് ഓഡിയോ ലൈബ്രറിയിൽ ഇല്ലാത്ത മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോനകത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് ക്ലെയിമും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ വലുതായിട്ട് ബാധിക്കില്ല. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ബാൻ ആവാനുള്ള ചാൻസ്, 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാലാണ് ചാനൽ ബാൻ ആവാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിമും അതുപോലെ എന്താണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ പെട്ടെന്ന് തന്നെ എനേബിൾ ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.